ഹലോ, രാവിലെ നീറ്റപ്പം മസാല ദോശ കഴിക്കാൻ ഭയങ്കര ഒരു കൊതി. അപ്പോൾ എന്ത് ചെയ്യാൻ, അങ്ങോട്ട് ഉണ്ടാക്കന്നെ, അല്ലാതെ ആരുണ്ടാക്കി തരാനാ. അങ്ങനെ രാവിലെ തന്നെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് മസാല ദോശ ഉണ്ടാക്കാനുള്ള പരിപാടി തുടങ്ങിയിട്ടോ. എണ്ണ ഒഴിച്ച് കടുകും ഉഴുന്നിട്ട് വഴറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും നമ്മുടെ സവാള ഇട്ട് നന്നായി വഴറ്റിയിട്ട് വേവിച്ച് വെച്ച ഉരുളൻ കിഴങ്ങും മഞ്ഞപ്പൊടി ഉപ്പും കൂട്ടി ഒന്നുകൂടി വേവിച്ചു. ഇതിൻ്റെ ശാസ്ത്രീയ വശം എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എനിക്കറിയാവുന്ന പോലെ ഞാനങ്ങ് ഉണ്ടാക്കുകയാണ്. തലേന്ന് അരച്ച മാവ് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. നമ്മൾ ഇഡ്ഡലിക്ക് അരച്ചാണെങ്കിൽ ഇപ്പം നമുക്ക് ആവശ്യം ദോശ ആയതുകൊണ്ട് ദോശ ഉണ്ടാക്കാം. അങ്ങനെ ദോശ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരു ചട്നി വേണമല്ലോ. അപ്പോൾ ഒരു തട്ടിക്കൂട്ടി ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ചിരകുകയാണ്. ഒരു കൊതി വന്നപ്പോഴത്തേന് എന്തൊക്കെ പണിയല്ലേ. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുന്ന പരിപാടിക്ക് കിടക്കാം. ദോശമാവ് എടുത്ത് പാനിലേക്ക് ഒഴിച്ച് ചുറ്റിയെടുക്കണം. സാധാരണ ഞാൻ ചുറ്റിയെടുക്കുമ്പോൾ നല്ല വൃത്തിക്ക് വരുന്ന ദോശ ഇന്ന് വീഡിയോ എടുക്കുന്ന അറിഞ്ഞുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര ആറ്റിറ്റ്യൂഡിലാണ്. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു, അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നു. പകുതി സ്ഥലത്ത് ദോശ തന്നെ പിടിക്കുന്നില്ല. അവസാനം ഏതോ ഒരു രാജ്യത്തിൻ്റെ ഭൂപടം പോലെ ആയി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മൂടി വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെ മൂടി വെച്ച് ഒന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് നല്ല നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾ നെയ് റോസ്റ്റാൻ തെറ്റിയിരിക്കരുത്, പക്ഷെ നെയ്യിൻ്റെ ഒരു ടേസ്റ്റും കൂടി വേണമല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കി വെച്ച് നമ്മുടെ മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മസാല റേഷനാണേ, നമ്മൾ കുറച്ച് മസാല ഉണ്ടാക്കിയിട്ടുള്ളൂ. സത്യം പറയാൻ തികയാതെ വന്നതാണ്, പക്ഷെ അത് നമ്മളിതിൽ പറയാൻ പാടില്ലല്ലോ. അങ്ങനെ നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പുറം ഇപ്പുറം ഒന്ന് ഇട്ട് വേവിച്ചാൽ മാത്രം മതി. അങ്ങനെ വേവിച്ച് വെച്ച മസാല ദോശയൊക്കെ നമുക്കൊരു പാത്രത്തേക്ക് മാറ്റി വെച്ചാൽ. ഇവിടെ എല്ലാവർക്കും മസാല ദോശ വേണം, അതുകൊണ്ട് തന്നെ അത്യാവശ്യം മസാല ദോശ ഞാൻ അപ്പം നിന്ന് ഉണ്ടാക്കേണ്ടി വന്നു. അവസാനം മസാല ദോശയുടെ ഒരു ഫോട്ടോഷൂട്ടും കൂടി കഴിഞ്ഞിട്ട് ഇനി നമുക്കിത് കഴിക്കാൻ കൊണ്ടുപോകാം. ഇവിടെ എല്ലാവരും മസാല ദോശയ്ക്ക് ഭയങ്കര വെയിറ്റിംഗ് ആണ്. ഇനി ആ മസാലയും ആ ദോശയും കൂടി എടുത്തിട്ട് ആ ചട്നിയിലൊന്ന് മുക്കിയിട്ട് കഴിക്കണം. വാവ്, എൻ്റെ ഒരു കൊതി കാരണം 2-2.5 മണിക്കൂറാണ് ഞാൻ ഇതുമ്പോൾ നിന്നെങ്കിലും ഇത് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനായി. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന മസാല ദോശയാണെങ്കിലും കറക്റ്റ് ആ മസാല ദോശയുടെ ടേസ്റ്റും കാര്യമൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.